നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലേന്ദ്രൻ രാജീവനോട് ശിവശങ്കരനോടും കൂടെ വൈജയെ ചികിത്സിച്ചതിന്റെ കണക്ക് പറയണം. ഒടുവില് രാജീവൻ ശിവശങ്കരനോട് പറഞ്ഞു, ശിവേട്ട ആ പൈസ അങ്ങോട്ട് കൊടുത്തേക്കാൻ പറയണം, അതോടുകൂടി ഈ പറച്ചില് നിൽക്കുമല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ബാലേന്ദ്രൻ പറഞ്ഞു, അതെ പൈസ തന്നാ മാത്രം പോരാ, വൈജയോട് ചെന്ന് പറയണം. എന്താ പറയണ്ടെന്നറിയാവോ? ബാലേന്ദ്രൻ അവളെ ചികിത്സിച്ച പൈസ കണക്ക് പറഞ്ഞു മേടിച്ചെന്നുള്ള കാര്യം അതവൾ അറിയണമെന്ന് പറയണം. അത് കേട്ടപ്പോൾ ശിവൻ ചോദിച്ചു, എന്തിനാ ബാലേന്ദ്രൻ അങ്ങനെയൊക്കെ പറയണേ? അങ്ങനെ പറഞ്ഞാലോ കാര്യമുള്ളൂ. അവളുടെ മനസ്സിൽ എന്നോടുള്ള ദേഷ്യമോ രോഷമോ അമർഷമൊക്കെ ഇങ്ങനെ തിളച്ചു മറിഞ്ഞു പൊങ്ങുവാണ്. അതിനൊരു ശമനം വരണമെങ്കിൽ അങ്ങനെ പറയണം. അവൾ ഇച്ചിരി അങ്ങോട്ട് കിടന്ന് തിളച്ചും മറിയട്ടെ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും രാജീവൻ പറഞ്ഞു, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ബാലേന്ദ്ര? വേണം, ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേന്ന് ചോദിച്ചു. ആ സമയത്ത് അലീന ജ്യൂസൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നത്, കൃഷ്ണമോള് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൂടെ ആയിട്ട് വരുവാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ദേ കുടിക്കാൻ ജ്യൂസ് എടുക്കുക. അത് കേട്ടപ്പം വേണ്ടാന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാന്നേ? പെങ്ങളുടെ മകൾ ആദ്യമായിട്ട് കൊണ്ടു തരുന്നതല്ലേ, നിങ്ങൾ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഇതിനൊരു യോഗം വേണമെന്ന് പറയണം. അങ്ങനെ അവരോട് കുടിക്കാൻ പറഞ്ഞു. അവരെടുത്തു. ആ സമയം കൃഷ്ണമോള് പറഞ്ഞു, ദേ അങ്കളെ ഫ്രൂട്ട്സ് കൂടി എടുത്ത് കഴിക്കാൻ പറയണം. ബാലേന്ദ്രൻ പറഞ്ഞു, ആ ഡൈനിങ് ടേബിളിലേക്ക് ഇരിക്കുക, കഴിച്ചിട്ടും കുടിച്ചിട്ടും ഒക്കെ പോയാൽ മതിയെന്ന് പറഞ്ഞു. അവർക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ അവർ ഡൈനിങ് ടേബിൾ എടുത്ത് ജ്യൂസ് കുടിക്കുകയാണ്. ഇതേ സമയത്ത് രോഹിത്തും ബബിതയും കൂടെ മുറിയിലിരിക്കുകയാണ്. എന്ത് ചെയ്യണം അറിയത്തില്ല. ബബിത രോഹിത്തിനോട് പറഞ്ഞു, ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. എന്ത് ചെയ്യാനായിട്ടാ? നാണം കെട്ട് തിരിച്ചു വന്നില്ലേ? അല്ല, ഫുൾ കൺട്രോള് അവളുടെ കയ്യിലായിരിക്കും, അലീനയുടെ കയ്യിൽ. രോഹിത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അവൾ എന്തേലും പറഞ്ഞ് നേരെ ഓപ്പോസിറ്റ് കാണിച്ചാൽ മതി, അവൾ പറയുന്നത് നമ്മൾ അനുസരിക്കണ്ടെന്ന് പറയാം. അത് ശരിയാ, നല്ലൊരു കാര്യം തന്നെയാ. ഒരു കാര്യം ചെയ്താലോ, അവൾ കഴിക്കുന്ന ഫുഡിനകത്തൊക്കെ കൊണ്ട് തുപ്പി വെച്ചാലോ എന്ന് ചോദിക്കാം. അവളത് കഴിക്കട്ടെ എന്ന് പറയണം. എങ്ങനെയെങ്കിലും പ്രതികാരം തീർക്കണമല്ലോ. ഇത് കേട്ടോണ്ടാണ് കൃഷ്ണമോൾ അങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് രോഹിത് വല്ലാതായിപ്പോയി. കൃഷ്ണമോള് വന്നിട്ട് പറഞ്ഞു, ഞാൻ കേട്ടു പറയുന്നതെന്ന് പറയണം. എന്ത്? അല്ല, ഹലീനി ചേച്ചി കഴിക്കുന്ന ഫുഡിനകത്ത് തുപ്പി വെക്കുന്ന കാര്യമല്ലേ? നല്ല സംസ്കാരം, നല്ല ചീഞ്ഞളിഞ്ഞ സംസ്കാരം എന്ന് പറയണം. അയ്യോ എടി, അത് ഞാൻ വെറുതെ പറഞ്ഞ, നീ അത് കാര്യമായിട്ട് എടുക്കരുത്. കാര്യമായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, ഞാനിത് താഴെ ചെന്ന് പറയട്ടെ എന്ന് ചോദിച്ചു അച്ഛനോട്. വേണ്ട അത് വേണ്ടാന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അലീന ചേച്ചിയോട് പറയാം, നിങ്ങൾക്ക് തരുന്ന ഫുഡിനകത്ത് എന്തൊക്കെ ചേർക്കണമെന്ന്. അപ്പം അലീന ചേച്ചി തീരുമാനിച്ചോളും. എടി, ഞങ്ങൾ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ എന്നും പറഞ്ഞോട് ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ പോലും. അതെ, നിങ്ങളെ അങ്കിളുമാരെ വിളിക്കുന്നു. എന്തിന്? അവർ പോവാനായിട്ട് ഇറങ്ങുക. അപ്പം എന്തേലുമൊക്കെ പറഞ്ഞിട്ട് പോകാനായിരിക്കും. എന്ത് പറഞ്ഞിട്ട് പോകാനായിട്ട്? പറഞ്ഞൊക്കെ തന്നെ ധാരാളം എന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു ഇവിടുന്ന്. അപ്പോഴേക്കും കൃഷ്ണമോള് ചോദിച്ചു, അല്ല എങ്ങോട്ട് രക്ഷപ്പെടുന്ന കാര്യമാണ് പറഞ്ഞത്? അമ്മയുടെ കൂടെ ഇനിയിപ്പോൾ വേറെ എവിടെയും പോയി താമസിക്കാനോ? അങ്ങനെയാണ് നിങ്ങൾ പെട്ടത് തന്നെ. അമ്മയുടെ ശമ്പളത്തിൽ വേണം നിങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ ഫുഡ്, നിങ്ങളുടെ ഡ്രസ്സ്, ഫീസ് എന്ന് വേണ്ട സർവ്വ ചെലവുകളും നിങ്ങൾ ശരിക്കും പഠിക്കുമെന്ന് പറയണം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെ നിങ്ങൾ പോടോന്ന് പറഞ്ഞു. അതെ, നിങ്ങൾ താഴേക്ക് വരുന്നുണ്ടോ ഇല്ലയോ? ഞാൻ എന്താ പോയി പറയണ്ടേന്ന് ചോദിച്ചു. വരാന്ന് പറയണം. അങ്ങനെയാണ് മര്യാദയ്ക്ക് ഇറങ്ങി വരാൻ നോക്ക്. അങ്ങനെ അതും പറഞ്ഞ് കൃഷ്ണമോൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ഭവിത കൈ ഓങ്ങുവാണ്. രോഹിത്തിനും ദേഷ്യം വന്നു. ഇവിടെ കൊണ്ട് ഒരു രക്ഷയില്ലോ, നാശം പിടിച്ചവള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ താഴേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങുക. വേറെ നിവൃത്തിയില്ലായിരുന്നു അവർക്ക്. പിന്നീട് അവർ താഴേക്ക് ഇറങ്ങി വരുവാണ്. ആ സമയത്ത് അവരെ അടുത്തേക്ക് വിളിച്ചു രാജീവൻ. ഈ സമയം ശിവശങ്കരൻ പറഞ്ഞു, അതെ ബാലേന്ദ്ര, ഇവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ഞാനാണ്. അവരെ തിരികെ ഞാൻ ഇവിടെ തന്നെ കൊണ്ടുപോയി വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അവരോടായിട്ട് പറഞ്ഞു, അതെ നിങ്ങളോടാണ് ഇനി എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അച്ഛൻ പറയുന്ന കേട്ട് ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിക്കാണ്ട് നോക്കണം. നിങ്ങളുടെ അമ്മയെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് തിരികെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് നോക്കുകയും ചെയ്യണം. അല്ലാതെ നിങ്ങളുടെ അമ്മ പറയുന്ന കേട്ട് അമ്മയോടൊപ്പം നിങ്ങൾ ചാടി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ തകർന്നു പോകും. കുരങ്ങന്റെ കൈ കിട്ടിയൊരു പൂമാല പോലെ ആയിപ്പോവും നിങ്ങളുടെ ജീവിതം. അറിയാലോ, അവളുടെ ജീവിതം ഏകദേശം ഇത്രയൊക്കെ ആയതാ. പക്ഷെ നിങ്ങൾ ജീവിതം തുടങ്ങുന്നുള്ളൂ. ആ ഒരു ഓർമ്മ വേണം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും. അച്ഛൻ പറയുന്ന അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ പാതി വഴി വെച്ച് തന്നെ നിങ്ങളുടെ ജീവിതം തീർന്നു പോകുന്നൊക്കെ പറഞ്ഞൊരു ഉപദേശം കൊടുത്തു. രണ്ടിനും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. രണ്ടെണ്ണം കൂടെ മാറി പോയിരിക്കുകയാണ്. ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, ആരോട് പറയാൻ, ആര് കേൾക്കാൻ? രാജീവും ശിവശങ്കരും പരസ്പരം നോക്കുകയാണ്. അവർക്കറിയാം ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒട്ടും തലയിലേക്ക് കയറിയിട്ടില്ല ബബിതയുടെ രോഹിത്തിന്റെ. അവർക്കത് ഒട്ടും പിടിച്ചിട്ടും ഇല്ലാന്നറിയാം. പക്ഷെ പറയേണ്ട കാര്യം പറയാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ. ഇതേ സമയത്ത് അലീന ബബിതയ്ക്ക് ജ്യൂസ് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോഴേക്കും ബബിത പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു. അതെ, ഈ വീട്ടിൽ താമസിക്കണമെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. ഇവിടെ താമസിക്കേണ്ട സമയത്ത്
അല്ലാതെ വേറെ നിവൃത്തിയില്ല. അതുകൊണ്ട് ഈ ജ്യൂസ് കുടിക്കും ബബിത. എന്നോട് ദേഷ്യം ഉണ്ടെങ്കിലും ഈ ജ്യൂസിനോട് ദേഷ്യം കാണിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ ഫ്രഷ് ജ്യൂസ് അടിച്ചാന്ന് പറയണം. അപ്പോഴേക്കും ബബിത പറഞ്ഞു എനിക്ക് വേണ്ട. വേണ്ടാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ആഹാരം കഴിക്കാതെയും കുടിക്കാതെ ഇരിക്കുന്ന എങ്ങനെ ശരിയാവണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ ബബിതയോട് സംസാരിക്കുകയാണ്. ഈ സമയം ബബിത പറഞ്ഞു വേണ്ടാന്നല്ലേ പറഞ്ഞെന്ന് ചോദിച്ചിട്ട് ഒറ്റ തട്ടായിരുന്നു ആ ജ്യൂസ് ട്രേക്കിട്ട് അത് താഴെ വീണ് പൊട്ടിച്ചെതറി. അപ്പോഴേക്കും ഇപ്പുറത്തെ ഡൈനിങ് ടേബിളിൽ ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്ന ബാലേന്ദ്രൻ ചോദിച്ചു എന്താ അലീനെ, എന്താ അവിടെ ശബ്ദം എന്ന് ചോദിക്കുകയാണ്. എന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വന്നു. ജ്യൂസും ഗ്ലാസും എല്ലാം താഴെ വീണ് പൊട്ടിച്ചെതറി കിടക്കുന്നുണ്ട്. രാജീവനും ശിവശങ്കരനും ഒക്കെ അത് കണ്ടു. ഈ സമയം ബാലേന്ദ്രൻ വന്നിട്ട് ബബിതയോട് ചോദിച്ചു എന്താടി ഇതെങ്ങനെയാ താഴെ വീണേന്ന് ചോദിക്കുകയാണ്. ബബിത പറഞ്ഞു ഞാൻ തട്ടിയെറിഞ്ഞു. എന്തിന്? എനിക്ക് അതിഷ്ടമില്ലായിരുന്നു. വേണ്ടെങ്കിൽ നീ വേണ്ടാന്ന് പറഞ്ഞാൽ പോരെ, അതിന് നീ തട്ടിയെറിയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു ഇപ്പൊ ഈ കാണിച്ചുണ്ടല്ലോ അത് ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അതെ, വേണ്ടെങ്കിൽ ഒരു കാര്യം വേണ്ടാന്ന് പറഞ്ഞിട്ട് നിനക്ക് അവിടെ വെച്ചിട്ട് പോയിരുന്നു. പക്ഷെ ഈ കാണിച്ചുണ്ടല്ലോ അഹങ്കാരമാന്ന് പറയണം. കൈ നിർത്തി ഒറ്റ ഒരെണ്ണം തന്നാണ്ടല്ലോ നിന്റെ കാരണം പൊത്തി ഒരെണ്ണം തരും ഞാൻ. പക്ഷെ ഇവരൊക്കെ നിൽക്കുന്നോണ്ട് ഞാൻ ചെയ്യുന്നില്ല. ബാലേന്ദ്രന് കൈ ഓങ്ങിക്കൊണ്ട് ചെന്നാ പിന്നീട് വേണ്ടാന്ന് വെച്ച് കൈ താഴെ ഇട്ടു. ബബിത അങ്ങോട്ട് കയറിപ്പോകാൻ തുടങ്ങിയപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു നീ എങ്ങോട്ടാ പോണേ? ഞാൻ മുറിയിലേക്ക് കയറിപ്പോ. അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ, നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞു. അതെ, ഈ പൊട്ടിച്ചെതിരെ ഈ ചില്ലും കാര്യങ്ങളൊക്കെ പെറുക്കി ഇവിടെയൊക്കെ നല്ല തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് കയറി പോയാൽ മതി. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. നിന്നെ കൊണ്ട് പറ്റിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കൃഷ്ണമോളെ ആ ചോറിലങ്ങ് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അപ്പോഴേക്കും രാജീവൻ പറഞ്ഞു ബബിതേ ബാലേന്ദ്രൻ പറയുന്ന അനുസരിക്ക്. നിന്റെ അഹങ്കാരം കണ്ടിട്ടുണ്ടെങ്കിൽ ഇതേ കണ്ടു നിൽക്കുന്നവർക്ക് പോലും നിന്റെ ചെപ്പക്കൂറ്റി അടിച്ചോർണം തരാനാ തോന്നേ. അത്രയ്ക്ക് അഹങ്കാരം ഉണ്ടെന്ന് പറഞ്ഞു. അത്രയ്ക്ക് പ്രതീക്ഷയില്ല ബബിത രൂക്ഷമായിട്ട് അലീനയെ നോക്കുകയാണ്. അലീനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും അവൾക്ക് മനസ്സിലായ നല്ല തല്ല് കിട്ടുമെന്നുള്ള കാര്യം. പെട്ടെന്ന് ബബിത എവിടെ ഇരുന്നിട്ട് ആ ചില്ലും കാര്യങ്ങളൊക്കെ പെറുക്കുവാണ്. അങ്ങനെ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിക്കുകയാണ് ബാലേന്ദ്രൻ അറിയാം ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലാന്ന്. കുറച്ച് കഴിഞ്ഞപ്പം അലീന മുറ്റത്തേക്കാണ് സമയത്താണ് മണിശങ്കറിന്റെ കാർ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ മണിശങ്കർ ഇറങ്ങി കാറിനകത്തുനിന്ന് ഒരു കവറിനകത്ത് കുറച്ച് മീനൊക്കെ ആയിട്ടാണ് ഇറങ്ങി വരുന്നത്. പിന്നീട് അലീനോട് പറഞ്ഞു നീ പറഞ്ഞ പോലെ ഞാൻ മീൻ വാങ്ങിയിട്ടുണ്ടെന്ന് പറയണം. ഇനി ഇപ്പൊ ഇത് കുറച്ച് കൊണ്ടേ കറി വെച്ച് ബാക്കി പെരട്ടി വറക്കുകയോ ഫിഷ് മോളി ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യണം. നല്ല രുചിയോടുകൂടി ഉണ്ടാക്കി തരണമെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അലീന ചോദിച്ചു എന്ത് മീനാ വാങ്ങിയത്? കടൽ മീന്. അല്ല ഈ മീനിന് പേരില്ലേ? അതൊന്നും എനിക്കറിയില്ല എന്ന് പറയണം. എനിക്ക് ഈ മീനെല്ലാം ഒരേപോലെ, എനിക്ക് ഇതിനെക്കുറിച്ച് പേരൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അലീന ഒന്ന് ചിരിച്ചു. പിന്നീട് അലീന മീനൊക്കെ ആയിട്ട് മനുവിനെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അലീന മീൻകറിയെല്ലാം ഉണ്ടാക്കി ചോറുണ്ണാനായിട്ട് എല്ലാവരും വിളിച്ചു. ബബിതയും രോഹിത്തും അങ്ങനെ അവരെല്ലാവരും കൂടെ വന്നിരുന്ന് ആഹാരം കഴിക്കുകയാണ്. ബാലേന്ദ്രനും രാജീവനും ശിവശങ്കരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജീവൻ ചോദിച്ചു അല്ല നിങ്ങൾ കഴിക്കണില്ലേന്ന് ചോദിക്കും അലീനയോട്. അപ്പോഴേക്കും അലീന പറഞ്ഞു അതെ ഞങ്ങൾ വിളമ്പുകാരായിട്ട് ഇന്നിവിടെ നിന്നോളാന്ന് പറഞ്ഞു. കൃഷ്ണമോള് പറഞ്ഞു ഞാനും അലീന ചേച്ചിയും കൂടെ തീരുമാനിച്ച കാര്യം അത്, ഇന്ന് വിളമ്പുകാരായിട്ട് നിൽക്കണമെന്നുള്ള എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മണിശങ്കർ പറഞ്ഞു കറിയൊക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്, പറയാതിരിക്കാൻ പറ്റൂല, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയണം. ഈ സമയത്ത് കൃഷ്ണമോള് പറഞ്ഞു അതെ അലീന ചേച്ചിയോട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും കൂടെ അടുക്കള കയറി നല്ലവണ്ണം തന്നെ അധ്വാനിച്ചിട്ടാ. പിന്നെ എന്നിട്ട് ഒരാളോട് മാത്രം നന്ദി പറയുന്നു. അയ്യോ സമ്മതിച്ചു തന്നിരിക്കുന്നു, നല്ലതാണേ എന്നൊക്കെ മണിശങ്കർ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പം ബാക്കി എല്ലാവരും കൂടെ ചിരിച്ചു. അപ്പോഴേക്കും ശിവശങ്കറിൻ്റെ അടുത്ത് വന്നിട്ട് അലീന പറഞ്ഞു ഇച്ചിരി തോരൻ കൂടെ എടുക്കട്ടെ അങ്ങളെന്ന് ചോദിച്ചു. മതി, ഇത് മതി എന്നൊക്കെ പറയണം. അങ്ങനെ അവരൊക്കെ വയർ നിറച്ച് കഴിച്ചു. ഈ സമയത്ത് ബാലേന്ദ്രൻ ചോദിച്ചു അല്ല ശിവേട്ടൻ എന്നാ പോണേന്ന് ചോദിച്ചു തിരിച്ച്. എൻ്റെ ടിക്കറ്റും ഒക്കെ ആയിട്ടില്ല. അപ്പോഴേക്കും മണിശങ്കർ ചോദിച്ചു അല്ല കൊച്ചച്ഛൻ എന്നാ പോന്നേ? എൻ്റെ ടിക്കറ്റ് ഓക്കെയാ, എനിക്ക് വേണം നാളെ പോകാമെന്ന് പറയണം. പിന്നീട് ബാലേന്ദ്രൻ എഴുന്നേറ്റു. എന്നാൽ ശരി ഞാൻ എഴുന്നേക്കട്ടെ എന്ന് പറഞ്ഞ് കൈ കഴുകാൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. അങ്ങനെ ഓരോരുത്തരായിട്ട് പോയി കൈ കഴുകിയിട്ട് പോവാണ്. ഈ സമയത്ത് പോവാനായിട്ട് ഇറങ്ങുവാണ് ബാലേന്ദ്രനും ശിവശങ്കരനും കൂടെ. അപ്പോഴേക്കും ബാലേന്ദ്രൻ്റെ അവരുടെ അടുത്തേക്ക് വന്നു. ബാലേന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശിവശങ്കരൻ പറഞ്ഞു ബാലേന്ദ്ര ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങുക, പിന്നെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വാശി പിടിച്ച് ജീവിതം തീർക്കാനുള്ളതല്ല, ഇനിയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ഉപദേശം കൊടുക്കുകയാണ്. ആ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു കൊള്ളാം, വൈജയുടെ സ്വഭാവം അറിയാലോ, വൈജ എന്നോടുള്ള ദേഷ്യം തീർത്തോണ്ടിരിക്കുക. അത് കേട്ടപ്പോൾ രാജീവൻ പറഞ്ഞു അതൊക്കെ അറിയാം, ഒരു കാര്യം ചെയ്യ, ഹോസ്പിറ്റലിലേക്കല്ലേ പോന്നേ, അവിടെ ചെന്നിട്ട് പറ, വൈജയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോഴേക്കും മണിശങ്കർ കൈ എഴുതിട്ട് വന്നു. രോഹിതും ബബിത എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല, അവരിങ്ങനെ കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക. അപ്പൊ അവര് കേൾക്കുന്നുണ്ടായിരുന്നു ഇവര് പറയുന്നതൊക്കെ. മണിശങ്കർ വന്നിട്ട് പറഞ്ഞു അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അല്ല അച്ഛനും കൊച്ചനും കൂടെ ഹോസ്പിറ്റലിലേക്കല്ലേ പോകുന്നത്, ആന്റിയോട് പറ,
വാശിയും വൈരാഗ്യം ഒക്കെ തീർത്തിട്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട്, ഇവിടെ വന്ന് നല്ലൊരു ജീവിതം നയിക്കാനായിട്ട്. അത് കേട്ട് കഴിഞ്ഞപ്പം ശിവശങ്കരൻ മനുവിനെ ഒന്ന് നോക്കി. പിന്നീട് ശിവശങ്കരനോട് മണിശങ്കർ പറഞ്ഞു, അല്ല ഇനി അച്ഛൻ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശിവശങ്കരൻ പറഞ്ഞു, ദേ ബാലേന്ദ്ര, നിനക്ക് ദേ 4 കുട്ടികളുണ്ട് അറിയാലോ, അതിൽ ഒരാണ് 3 പെണ്ണുമാണ്. പെൺമക്കളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരണ്ടേ, അവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കി അവരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ നിന്റെ മനസ്സിലുള്ള ഈ വാശിയും ദേഷ്യവും ഇതൊക്കെ കളയണം. അതുമാത്രമല്ല നിന്റെ കഴിവും ആരോഗ്യമൊക്കെ നീ ഈ വാശിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വൈജയുടെ ദേഹത്ത് തീർക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ മക്കളെ നിനക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റില്ല. അതുമാത്രം എനിക്ക് പറയാനുള്ളെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ശിവശങ്കരൻ അങ്ങോട്ടേക്ക് ഇറങ്ങി. പിന്നീട് രാജുവും പറഞ്ഞു, ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എനിക്കും പറയാനുള്ള സത്യമായിട്ടുള്ള കാര്യമെന്നും പറഞ്ഞുകൊണ്ട് രാജുവിനെ അങ്ങോട്ട് ഇറങ്ങുവാണ്. ഈ സമയം മണിശങ്കർ ബാലേന്ദ്രനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അങ്കിൾ പോയി റെസ്റ്റ് എടുക്കാൻ പറയാണ്. ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്ക് തിരിച്ചു പറയാൻ അറിയത്തില്ലാത്തതുകൊണ്ടല്ല ഞാൻ തിരിച്ചു പറയാതിരുന്നേ, വേണമെങ്കിൽ എനിക്ക് മറുപടി പറയായിരുന്നു. പിന്നെ വെറുതെ പ്രശ്നം വഷളാക്കേണ്ടതെന്ന് കരുതിയിട്ട് മാത്രം ഞാനൊന്നും പറയാതിരുന്നത് എന്നും പറഞ്ഞിട്ട് ബാലേന്ദ്രനും അങ്ങോട്ടേക്ക് കയറിപ്പോയി മുറിയിലേക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ അലീനയും കൃഷ്ണമോളും കൂടെ ആഹാരമൊക്കെ കഴിച്ചു. അങ്ങനെ പ്ലേറ്റെല്ലാം കൊണ്ടുവച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണയോട് മണിശങ്കർ വന്നിട്ട് ഇവിടെ ഇരിക്കെ നമുക്കല്പം സംസാരിക്കാമെന്ന് പറയണം. പിന്നീട് കൃഷ്ണയോട് പറഞ്ഞു, അല്ല ഈ രോഹിത്തിനെയും ബബിതനെയും ഒന്ന് നേരെയാക്കിയെടുക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അതെന്താ മുന്നോട്ട് അങ്ങനെ പറഞ്ഞേ? അല്ല അവരിപ്പോഴും റിബലായിട്ട് നിൽക്കുമല്ലേ, അവരെ ഒന്ന് അടുപ്പിക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന വന്നിട്ട് പറഞ്ഞു, അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും മനുവേട്ടാന്ന് ചോദിക്കുകയാണ്. അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യങ്ങളൊന്നും അല്ലാന്ന് പറഞ്ഞു. അവരെന്താണെങ്കിലും നിന്നെ അംഗീകരിക്കാൻ പോകുന്നില്ല അലീനെ, അവർക്ക് എപ്പോഴും നിന്നോട് ദേഷ്യമായിരിക്കും. അങ്ങനെ ആ ദേഷ്യം മാറ്റണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴി മാത്രമേ ഉള്ളെന്ന് പറയണം. എന്താ മനുവേട്ട, എന്തേലും പ്രതിവിധി ഉണ്ടോയെന്ന് ചോദിച്ചു. പിന്നീട് ചുറ്റും നോക്കിയിട്ട് ചോദിച്ചു, അല്ല അവിടെ ഇവിടെ ഉണ്ടോ, ബബിതയും രോഹിത്തും കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചു. കൃഷ്ണമോള് പറഞ്ഞു, അവര് അമ്മയുടെ മുറി കയറിയെന്ന് പറയണം. ആ സമയത്ത് പതുക്കെ ശബ്ദം താത്തി മണിശങ്കർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, സത്യങ്ങളൊക്കെ വൈജാൻറ്റി അറിയണമെന്ന് പറയണം. അലീന, നീ വൈജാൻറ്റിയുടെ മോളാന്നുള്ള സത്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീന ഒരു നിമിഷം ഞെട്ടലോട് ചോദിച്ചു, മനുവേട്ട അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ആര് എന്ന് പറയും അമ്മയോട്? പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അംഗീകരിക്കാൻ പറ്റുമോ? മണിശങ്കർ പറഞ്ഞു, അതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ വൈജാൻറ്റിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്ന് പറയാം. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതിന് ശേഷം ഉണ്ടാകുന്ന സംഭവങ്ങളോ ഒരിക്കലും അമ്മയ്ക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം ഈ സത്യങ്ങൾ അച്ഛൻ അറിഞ്ഞെന്നുള്ളതാണ്. ഞാൻ അമ്മയുടെ മോളാന്നുള്ള കാര്യം അച്ഛൻ അറിഞ്ഞെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നതല്ല അപ്പുറമായിരിക്കും. അതായിരിക്കും അമ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ അമ്മ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു ചില്ല് വിഗ്രഹം ഒരു നിമിഷം കൊണ്ട് തകർന്നുടഞ്ഞു പോയതുപോലെ ഒരു അവസ്ഥയായിപ്പോ. അത് മാത്രമല്ല, പിന്നെ അച്ഛനും അമ്മയോടൊപ്പം ഒരു ജീവിതം ഉണ്ടായിരിക്കുമോ? അച്ഛൻ അങ്ങനെ ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യനോട് പറയാം. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.